കുടിക്കടാ, ഒന്ന് ഉഷാറായിട്ട് ഇരിക്കേണ്ട അളിയ. എന്തുഷാറാവണടാ, മടുത്തു ഈ രൂപ അന്വേഷണം നടത്തും. ഞാൻ നാട്ടിലോട്ട് ഞാൻ തിരിച്ചു പോയാലോ നാലേക്ക്. നാട്ടിൽ നിനക്ക് ജോലി കൊട്ടക്കെടുത്ത് വെച്ചേക്കാണല്ലോ. ഒന്നുമില്ലേലും മര്യാദയ്ക്ക് 3 നേരം ഭക്ഷണം കഴിക്കാമല്ലോ. എടാ, എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ കമ്പനിയിൽ നിനക്ക് ആ ജോലി കിട്ടും, പെർമനൻ്റ് ആയിട്ട് തന്നെ കിട്ടും. അതിന് അർഹതപ്പെട്ടിട്ടും വരാനുണ്ടല്ലോ. അതിന് അയാൾ ഇനി വരുമെന്ന് എനിക്ക് തോന്നണില്ല. എടാ, ഇനി ജോയിൻ ചെയ്യാൻ 2 ദിവസം സമയമുള്ളൂ. ഇത്ര നാൾ വരാത്തൊരാൾ ഇനി വരുമെന്ന് എനിക്ക് തോന്നണില്ല. ഇനി വന്നാലോ? വന്നാൽ നമ്മളയാളുടെ കയ്യും കാലും പിടിച്ചാണെങ്കിലും ആ ജോലി വാങ്ങിച്ചെടുക്കും. ഡാ, നീ അയാളുടെ അഡ്രസ്സ് എനിക്കും തപ്പിത്തരുമോ? അയാളുടെ വീട്ടിൽ പോയി തെണ്ടാനായിരിക്കും. അല്ലടാ, ഒന്നുമില്ലല്ലോ, ഒന്ന് പറഞ്ഞു നോക്കാമല്ലോ. എടാ, ഇതൊന്നും അങ്ങനെ കമ്പനി പുറത്തുവിടുന്ന കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് ഇതൊക്കെ ബോസിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടുള്ള റെക്കമെൻഡേഷൻ വഴി വരുന്നതാ. എടാ, അതെ, ഞാൻ പോട്ടെ. എനിക്ക് ഓഫീസിൽ പോയിട്ടെ ഒരുപാട് പരിപാടി ഉള്ളതാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കാതെ നേരെ വീട്ടിൽ പോകാൻ നോക്ക്. ഓക്കെ, അപ്പം ഞാൻ പോട്ടെ. ഇങ്ങനെ ഇരിക്കരുത്, പൊക്കോളണം. ചിൽ മാൻ. അത്യാവശ്യം പോട്ടെ. ഞാൻ പറഞ്ഞ കാശിട്ടുണ്ടോന്ന് പറയാനാണോ? ഹലോ, നീ എവിടെയായിരുന്നു? എന്നാ അമ്മേ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? എത്ര നേരമായി നിന്നെ വിളിച്ചോണ്ടിരിക്കണു. അമ്മേ, അത് ഞാൻ കുളിക്കുമായിരുന്നു. എന്നാ അമ്മേ? അച്ഛൻ ഇന്നലെ നിന്റെ കൂട്ടുകാരനാ ശങ്കരനില്ലേ, അവനെ കണ്ടിരുന്നു. അവൻ നിന്റെ അടുത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞു. ആര്? ശങ്കരനോ? ഇങ്ങോട്ടോ? അമ്മേ, ഞാൻ താമസിക്കുന്ന വീടിന്റെ അഡ്രസ് ഒക്കെ പറഞ്ഞു കൊടുത്തവന്. കൊറേ കാലമായില്ലേ നിങ്ങൾ തമ്മിൽ കണ്ടിട്ട്. അമ്മ, ഞാൻ തന്നെ ഇവിടെ വളരെ പരിക്കില്ല. അതിന്റെ ഇടയ്ക്ക് അവനും കൂടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ. കിടന്ന് ചാടാതടാ. അവൻ വരുന്നതേ ഞാൻ ഉണ്ടാക്കി കൊടുത്തയച്ച ചെമ്മീനച്ചാറും ചമ്മന്തിപ്പൊടിയും നിനക്ക് തരാൻ വേണ്ടിയാ. വൈകുന്നേരത്തെ ട്രെയിൻ തന്നെ അവനിങ്ങോട്ട് മടങ്ങുമെന്നാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. അമ്മേ, എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട് കേട്ടോ. ഞാൻ അമ്മേനെ തിരിച്ചു വിളിച്ചോളാം. പിന്നെ മോനെ, കട്ട് ചെയ്തോ? ഹലോ. എടാ മൂക്കിപ്പൊടി പപ്പ, ഞാനാ നിന്റെ ശങ്കരൻ. എടാ, അമ്മ എന്നെ ഇപ്പൊ വിളിച്ചായിരുന്നു. മറ്റേ അമ്മ കുറെ സാധനങ്ങൾ നിന്റെ കൊടുത്തിട്ടുണ്ടല്ലേ. എടാ, നീ ഒരു കാര്യം ചെയ്യ്, നീ അവിടെ തന്നെ നിന്നോ. ഞാൻ അവിടെ വന്ന് മേടിച്ചോളാം. ഞാനിപ്പോ വീട്ടിലില്ല, പുറത്താ. എടാ, ഞാൻ നിന്റെ വീടിന്റെ അടുത്തെത്താറായി. ആണല്ലേ? എടാ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോള് വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം. അവൻ ഇത്ര പെട്ടെന്ന് വിളിക്കുന്നു, എന്താ ചെയ്യാ? വിളിക്കാം. ഹലോ, എടാ ലുക്മാന, നീ എവിടെയാ? ഞാൻ സാറിന് അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കാതിരിക്കായിരുന്നു. സാറേ, എനിക്കൊരു 1000 രൂപ കടമായിട്ട് വേണമായിരുന്നു സാറേ. എടാ, അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. നിന്റെ ഒരു സഹായം എനിക്കിപ്പോ വേണം. എന്ത്? എടാ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കുരിശ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവൻ എന്നെ അന്വേഷിച്ചാ വരുന്നേ. നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങനെ ഒരാൾ ഈ പ്രദേശത്തേ ഇല്ലെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടോണം. അത്രയുള്ള കാര്യം. സാറേ, അപ്പൊ എന്റെ കാശ്? എടാ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റെഡിയാക്കി തരാം. എടാ, പറ്റിയ അടുത്ത വണ്ടിക്ക് അവനെ കയറ്റി വിട്ടോ. അത് ഞാൻ ഏറ്റു സാറേ. ഓക്കെ എന്നാ. ആരും വിളിക്കണ്ട. ഇത് തന്നെയാണോ സ്ഥലം? ഹലോ, പഞ്ചറായോ? എൻ്റെ ഹെൽപ്പ് വേണം. എനിക്ക് തൻ്റെ ഹെൽപ്പൊന്നും വേണം.
എനിക്ക് ഞാനൊരു ഹെൽപ്പ് വേണമായിരുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന അങ്കിളിനെ ഒന്നും അറിയാന്ന് പറഞ്ഞേ. ഇത് ആനന്ദേട്ടനല്ലേ? ആ, എന്റെ വീടിന്റെ അടുത്താ താമസം. അയ്യോ, എന്നാ വീട്ടിലേക്കുള്ള വഴി എനിക്കൊന്ന് പറഞ്ഞില്ല. അതിനെന്താ, ഞാൻ അങ്ങോട്ടാ, എന്റെ കൂടെ വാ. ഓക്കെ, താങ്ക് യു കുട്ടി. കുട്ടിയല്ല, ദേവിക. ഓ, താങ്ക് യു ദേവിക. കമോൺ. അതെ, എന്താ ദേവിക? ഏതായാലും വെറുതെ നടക്കണ്ട. ഇത് എന്തി നടന്നു? ഞാനോ? ആ, ആനന്ദേട്ടനെ കാണണ്ടേ? ഭാരം എനിക്ക് ഈ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ചേട്ടോയ്, ഞാനാ ലുക്കുമാനാ. ഇയാളിതെവിടെ പോയി കിടക്കുന്നു? ലുക്മാനെ, ആ എന്തേ അവൻ പോയോ? പൊന്നു സാറേ, ഒന്നും പേടിക്കണം. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നീ എങ്ങനെയാ അവനെ പറഞ്ഞു വിട്ടാന്ന് പറ. എൻ്റെ പൊന്നു സാറേ, ഈ സാറിൻ്റെ അടുത്ത് ഒന്ന് വഴി ചോദിച്ച്. അപ്പോൾ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ കുറച്ച് ആൾക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞ് നമ്മുടെ സെക്രട്ടറിയുടെ മോളെ ശല്യം ചെയ്യുന്ന യവനാണെന്ന്. പറയേണ്ട താമസം പിന്നെ വല്ലതും പറയണോ? നന്നായി. പിന്നെ ചിരിയൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ തമ്മിലൊരു ഡീലുണ്ടായിരുന്നു. ഒരു പൈസയുടെ നിന്നില്ലേ, ഞാൻ എടുത്തിട്ട് വരാം. ഇതാകെ 500 ആ കീറി 500 എൻ്റെ കൊടുത്ത് ഒഴിവാക്കി വിടാം. ഓ, എല്ലാ കാര്യം അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പൈസ ആരുണ്ടല്ലോ അല്ലേ? നിനക്കൊരു വിശ്വാസമില്ലേ? വിശ്വാസത്തിന്റെ അതൊക്കെ ഉണ്ട്, വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പം എന്തുകൊണ്ടെങ്കിലും വിളിക്കണം. ആയിക്കോട്ടെ, ശരി. സമാധാനമായി. ഇന്നത്തെ എല്ലാ കുരിശും തീർന്ന്. ഇവളും വിളിച്ചിട്ടുണ്ടോ? ഇനി പിന്നത്തേക്കുള്ളതായി. ലുക്മാനായിരിക്കും കീറിയ നോട്ടുമായിട്ട് വന്ന. ഓ, അതെൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന ലക്ഷണമില്ല. ആ ദേവു, അമ്മ ഞാനിപ്പോ എത്തിയുള്ളൂ. പപ്പയോ? അയ്യോ, പപ്പ ഡാഡി. ആ പപ്പ അല്ല, ഇത് ഞങ്ങളുടെ പപ്പൻ അനന്ത പത്മനാഭൻ. ഞങ്ങൾ ഒരു തിക് ഫ്രണ്ട്സ് ആണ്. എന്താണിത്? നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. അത് നിനക്ക് എന്നോട് സ്നേഹം കൂടുതലുള്ളോട് തോന്നുന്ന. പക്ഷെ നിനക്കൊരു മാറ്റമില്ല കേട്ടോ. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോട്ടെ. അച്ഛൻ തിരക്കുന്നുണ്ടോ? താങ്ക് യു സോ മച്ച് ദേവിക. ഓക്കെ, ബൈ. നിനക്ക് എങ്ങനെ അവളെ പരിചയം? ഇതൊക്കെ ഒരു നാക്കല്ലടാ. എൻ്റെ പൊന്നട, 2 വർഷമായി ഞാനിവിടെ താമസിക്കുന്നതായിട്ട്. എന്നിട്ട് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും എന്നോടില്ല. അതാണ് എൻ്റെ കഴിവ്. എൻ്റെ പൊന്നട, അതൊരു പാവം പിടിച്ച കൊച്ചാ. നിന്റെ കണ്ണു വെച്ച് നോക്കി അതിനെ നശിപ്പിക്കില്ലേ? അപ്പൊ ഡിഫൻസ് ഇല്ലാത്ത ഗോൾ പോസ്റ്റ് ആണല്ലേ? ഞാൻ ശ്രമിക്കാം. നീ എന്തിനാ പുറത്തേക്കുന്നത്? വാ, നമ്മുടെ വീട്ടിലോട്ട് വാ. ആ, ഇത് കൊള്ളാലോ സെറ്റപ്പ്. ആ, ഇത് ഒരുപാട് പേർക്ക് സുഖമായിട്ട് താമസിക്കാലോ പാപ്പ. ഒരു മുറിയും ബാത്റൂമും ഉള്ളൂ, ബാക്കി അതിലൊക്കെ ആളുള്ള. ബാത്റൂമിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കൊന്ന് ഫ്രഷ് ആവണമായിരുന്നു. വല്ലാത്ത ക്ഷീണം. ഇത് മുഴുവൻ നിനക്കുള്ള സാധനങ്ങളാ. പുളിയൊക്കെ കഴിഞ്ഞിട്ടേ ഒന്ന് വിശദമായിട്ടെടുത്ത് ഞാനിതൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്തോ ഒന്ന് ഞാൻ ദേ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണേ. എടാ, അതെന്റെ തോർത്താ. നമ്മക്കിടയിൽ എന്റെ നിന്റെന്ന് വല്ലതും ഉണ്ടോടാ? നീ ഇങ്ങനെ കുളിച്ചൊരുങ്ങി നിന്നാ 3:30 ട്രെയിൻ പോകും കേട്ടോ. ഒരു ധൃതിയില്ല, ഇഷ്ടം പോലെ സമയമുണ്ട്. അതോർത്ത് നീ പേടിക്കണ്ട. എന്നാൽ ഇവനെങ്ങനെ ഇത് തപ്പിപ്പിടിച്ചെടുക്കും?
ഈ ലുക്മാൻ അവനെ തല്ലിച്ചായച്ച് വിട്ടുവന്നാണല്ലോ പറഞ്ഞേ. അവൻ്റെ 1000 രൂപയും മേടിച്ച് അമ്മ ഒന്ന് അച്ചാറെടുത്തിട്ട് അടുത്ത സെക്കൻഡിൽ തന്നെ ഇവനെ പറഞ്ഞു വിടണം. എടാ എൻ്റെ അമ്മയെ നിന്റെ കുറേ അച്ചാറൊക്കെ കൊടുത്തു വിട്ടെന്ന് പറഞ്ഞില്ല, അതെന്തിടാ? ഓ അതാണോ? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിനാണേ ലേറ്റ്. ചുറ്റും നല്ല കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരുണ്ടായിരുന്നു. അതുങ്ങളെ കളിപ്പിച്ച് ചിരിപ്പിച്ച് ഞാൻ കുറേ നേരം എൻ്റർടൈൻ ചെയ്യിച്ചു. അതിനിടയ്ക്ക് എപ്പോഴോ നിൻ്റെ അമ്മ തന്നു വിട്ട അച്ചാർ ഞാനൊന്ന് ടേസ്റ്റ് വെക്കാൻ പൊട്ടിച്ച് ആ പെമ്പിള്ളേർക്കും കൊടുത്ത് സാധനം തീർന്ന വഴി കണ്ടില്ല. എൻ്റെ അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യം കേട്ടോ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അച്ചാറില്ലെന്ന്. എന്നാ പിന്നെ നീ ആ ചമ്മന്തിപ്പൊടി ഇങ്ങെടുത്താ? ആ അത് ചോദിക്ക്. എടാ നമ്മൾ ട്രെയിനിൽ നിന്ന് കാശ് കൊടുത്ത് ഫുഡ് വാങ്ങിച്ചാൽ അതിന് ടേസ്റ്റ് വേണോ വേണ്ടോ? നീ തന്നെ പറ. ആ അത് വേണം. ട്രെയിനിലുള്ള ഓരോരുത്തന്മാരുടെ സ്വഭാവം ആ പെമ്പിള്ളേരുണ്ടായിപ്പോയി. ഇതെൻ്റെ സ്വഭാവം ഞാൻ കാണിച്ചു കൊടുത്താനെ. ആരുടെ? നീ ഇത് ആളേരി പറയുന്നേ? ഈടെ ഈ ഫുഡ് വിൽക്കാൻ കുറേ എണ്ണം ട്രെയിനിൽ വരുമല്ലോ അവന്മാർ. ഞാനും ആ പെമ്പിള്ളേരോട് അവന്മാരിൽ നിന്ന് കുറച്ച് ഫുഡ് മേടിച്ച് വായി വെക്കാൻ കൊള്ളുകയില്ല. ഞാൻ ചെന്ന അവന്മാരോട് മര്യാദയ്ക്ക് കാശ് തിരിച്ചു വെച്ച് അവൻ എൻ്റെ അടുത്ത് പറയാം വേണേ പോയി കേസ് കൊടുക്കാൻ. എന്നിട്ട് നീ പോയി കേസ് കൊടുത്തോ? പിന്നെ എനിക്ക് പിന്നെ ഡൽഹിയിലൊക്കെ ആവും. അതിൻ്റെ പുറകെ ഞാൻ തൂങ്ങണം അല്ലേ? അപ്പം ചുരുക്കി പറഞ്ഞാൽ ആ ഊണിൻ്റെ കാശും പോയെന്ന്. ആ അതിന് ഞാൻ വേറെ ജനിക്കണം. അപ്പോഴാണ് നിൻ്റെ അമ്മ ദൈവത്തെ പോലെ വന്നത്. അമ്മയോ? ട്രെയിനിലോ? എടാ നിൻ്റെ അമ്മ കൊടുത്തു വിട്ട ചമ്മന്തിപ്പൊടി എടുത്തിട്ടാ ഞാനും ആ പെമ്പിള്ളേരോട് ഊണ് കഴിച്ച. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും വേറെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ചമ്മന്തിപ്പൊടി ഇല്ല, അച്ചാറും ഇല്ല. ആ അത് ഞങ്ങൾ കഴിച്ചു. പിന്നെ നീ എന്നാ തൊലിക്കാനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഓ അവൻ്റെ ഒരു തൊലി. അങ്ങോട്ട് ആ പറയാമേ. ആ മോനെ, അമ്മ ഒരു കാര്യം പറയാൻ മറന്നു. അച്ചാറെടുക്കുമ്പോഴേ ശ്രദ്ധിക്കണം. നനഞ്ഞ സ്പൂൺ എടുത്ത് അച്ചാറിൽ ഇടരുത് കേട്ടോ. അച്ചാർ പൂത്തു പോകും. ആ ശരി അമ്മേ. ഹലോ. എടാ നീ താമസിക്കുന്ന ഹൗസ് നമ്പർ 32 ശ്രീവത്സൻ തന്നെയല്ലേ? എൻ്റെ വീണയാണെന്ന് എനിക്ക് ഇത്ര കാലമായിട്ട് അറിയത്തില്ലേ? ഇത്രയ്ക്ക് ദുഷ്ടനാണുള്ളത്. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഓ ഒന്നും അറിയാത്തൊരു പാവം. നിനക്ക് എന്നാ പറ്റിയത്? എടാ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഏട്ടനെ ഞാൻ ആ വീട്ടിലേക്ക് പറഞ്ഞയച്ചേ. എന്നിട്ട് നീ എന്താ ചെയ്തേ? കുറെ ആൾക്കാർ കൂട്ടി എൻ്റെ ചേട്ടന്. ഹലോ. മതി, കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ഇനി എന്നെ കാണാനോ വിളിക്കാനോ നീ വരാൻ നിൽക്കരുത്. വീണൻ ഹലോ. എനിക്കൊന്നും കേൾക്കണ്ട. ഗുഡ് ബൈ. വെക്കല്ലേ ഹലോ. വന്ന് കേറിയില്ല. 4-5 വർഷം ഉണ്ടായിരുന്ന ബന്ധം അങ്ങ് പോയി. എന്താടാ പ്രശ്നം? എന്താണ് പ്രശ്നം? ഞാൻ വേണ്ടി കേസ് വല്ലോ ആണോ? എടാ നിനക്കറിയത്തില്ല, ഞാനിപ്പോൾ വലിയ കേസ് മാത്രമേ എടുക്കത്തുള്ളൂ. എന്നാലും നിന്റെ ആയതുകൊണ്ട് എന്ത് കേസ് വേണേൽ ഞാൻ എടുക്കാം. പൊന്നോ ഒന്നും വേണ്ട. നീ ചെയ്ത സഹായമൊക്കെ വലിയ നന്ദിയുണ്ട്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്റെ എല്ലാ പ്രശ്നവും സോൾവ് ചെയ്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇനി കുറച്ച് ദിവസം ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. കുറച്ച് ദിവസമോ? സത്യം. സന്തോഷമായില്ലേ? ഓ അടുക്കളയിൽ പോയി എന്നൊക്കെയാണ് നശിപ്പിക്കുന്നത്. ആ വലിയ കഷ്ടം തന്നെ പപ്പ. ഇവിടെ വരുന്നവർക്ക് കഴിക്കാൻ സ്നാക്സ് ഒന്നും ഇല്ല ഇവിടെ. നീ എന്തിനാ ഈ അടുക്കളയിലൊക്കെ കയറുന്നേ? അപ്പൊ എന്താ ചെയ്യാ? എനിക്ക് വിശക്കുന്നു. എടാ ഇവിടെ ആരും ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല. അപ്പോ ഇഡലി ഒന്നും ഇവിടെ ഇല്ല. നിനക്ക് വേണം പുറത്തു പോയി കഴിച്ചോ. പുറത്ത് നീ ഇല്ലാതെ നമുക്ക് ഓർഡർ ചെയ്യാം. ഇവിടെ അങ്ങനത്തെ ഓൺലൈൻ പരിപാടിയൊന്നുമില്ല. നിനക്ക് എന്നെ അറിയാമല്ലോ. ഞാനൊരു സ്ഥലത്ത് പോയാൽ ആ സ്ഥലത്തെ പറ്റി ഫുൾ സ്റ്റഡി ചെയ്തിട്ടേ പോകാറുള്ളൂ. ഞാൻ തന്നെ ഓർഡർ ചെയ്തോളാം. എടാ നീ ഓർഡർ ചെയ്ത് എൻ്റെ കൊടുക്കാൻ കാശില്ല കേട്ടോ. സത്യം. അല്ലെങ്കിൽ നീ ആ പേഴ്സ് നോക്കിയോ? എടാ ഞാൻ കൊടുത്തോളാടാ. 4 പൊറോട്ട ചിക്കൻ കറി 250 രൂപയ്ക്ക് കിടപ്പുണ്ട്. എൻ്റെ കാശില്ല. ഞാൻ ആദ്യം പറഞ്ഞാ നിന്നോട്. എടാ ഞാനല്ലേടാ മേടിച്ചു തരുന്നേ. ആ അങ്ങനെയാണെങ്കിൽ നീ കൊടുക്ക്. എനിക്ക് എന്നാൽ പൊറോട്ടയും ഗ്രേവി മതി. ആ ഞാൻ കൊടുക്കാടാ. അതൊന്നും നീ കൊടു. ഞാൻ ആ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ട്. ആടാ ശരിടാ ശരിടാ.
ഹലോ. ഡാ ഞാനൊരു കമ്പനിയുടെ അഡ്രസ്സ് അയച്ചു തരാം. നാളെയാണ് ഇന്റർവ്യൂ. ആ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പ് ചെയ്യാം. ഓക്കേടാ, താങ്ക്സ്ടാ. നീ അത് വാട്സപ്പ് ചെയ്ത് തരേ. അപ്പോൾ ശരിടാ. ശരിടാ, താങ്ക്സ് എല്ലോ. എടാ എന്നാലും ഇത് വരാനൊരു അരമണിക്കൂർ പിടിക്കും. എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം. ഞാനൊന്ന് കിടക്കാൻ പോയി. ഇന്നലെ രാത്രി ഞാനൊരു പോള കണ്ണടച്ചിട്ടില്ല.